UDF സർക്കാർ ഈ വന്ദേ മാതര ഗാനത്തിന് ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ വിലക്ക് സമ്പൂർണ്ണ നിരോധനത്തിന് ഏതായാലും 5 വർഷത്തെ കാലാവധി ഉണ്ടാവും. ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇന്ന് കാശ്മീർ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ മാതര ഗാനം ആലപിച്ചിട്ടുണ്ട്. ദേശീയ പതാക ഉയർത്തി വന്ദേ മാതര ഗാനം ആലപിച്ചിട്ടുണ്ട്, ദേശീയ ഗാനം ആലപിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് നടക്കാതിരുന്നത്. ഏതായാലും ഞങ്ങൾ ഒരു കാര്യം പറയാനുള്ളൂ. ഈ UDF സർക്കാർ ഈ വന്ദേ മാതര ഗാനത്തിന് ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ വിലക്ക് സമ്പൂർണ്ണ നിരോധനത്തിന് ഏതായാലും 5 വർഷത്തെ കാലാവധി ഉണ്ടാവും. 2031 ഓഗസ്റ്റ് 15 കേരളത്തിലും വന്ദേ മാതര ഗാനം ഔദ്യോഗിക ചടങ്ങിൽ സമ്പൂർണ്ണമായി ആലപിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം കേരളം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കാരണം ഈ UDFൻ്റെ ഈ ദേശവിരുദ്ധ നിലപാടുകൾക്കെല്ലാം LDFൻ്റെ പിന്തുണയുണ്ട്. LDFും വന്ദേ മാതര ഗാനം മുഴുവനായും ആലപിക്കുന്നതിന് എതിരാണ്, സമ്പൂർണ്ണ വിലക്കിന് അനുകൂലമാണ്. വീര സവർക്കറെ അപമാനിക്കാൻ അവഹേളിക്കാൻ UDFനോടൊപ്പം LDFും ഉണ്ട്. UDFും LDFും രണ്ടല്ല ഒന്നാണ് എന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഓരോ ദിവസം കഴിയുന്തോറും മലയാളികൾക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇതിനെതിരായ ശക്തമായ ജനരോഷം കേരളത്തിലുണ്ടാകും. ഇതിനെതിരെ ഈ വന്ദേ മാതര ഗാനത്തിന് സമ്പൂർണ്ണ വിലക്ക് നിരോധനം ഏർപ്പെടുത്തിയ UDF സർക്കാരിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തും, രാഷ്ട്രീയ പോരാട്ടം നടത്തും. മാത്രമല്ല, ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ നടന്നതിന് സമാനമായി കേരളത്തിലെ എല്ലാ തെരുവീഥികളിലും ഇവിടെ വന്ദേ മാതര ഗാനം കൂട്ടത്തോടുകൂടി മലയാളികൾ ആലപിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഈ വന്ദേ മാതര ഗാനത്തിന് വിലക്കേർപ്പെടുത്തുക വഴി, അതേപോലെ തന്നെ വീര സവർക്കറെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത വഴി നമ്മുടെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ പിതൃത്വത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം 1970 വീര സവർക്കർ സ്മരണയ്ക്കായിട്ട് സ്റ്റാമ്പ് ഇറക്കിയത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ന് പവൻ ഖേര കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ ഗീതാണെന്നാണ്. ജയറാം രമേശ് പറഞ്ഞത് സമ്പൂർണ്ണമായി ആലപിക്കുന്നത് തെറ്റില്ല എന്നാണ്. പക്ഷെ VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ ശിക്ഷിക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ജമാഅത്ത് ഇസ്ലാമി, SDPI, PFI ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ പിതൃത്വത്തെ പോലും തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ദേശസ്നേഹികളായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസ് അനുഭാവികൾ ഈ UDFനെ ഓർത്ത്, ഈ മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. അവർ ലജ്ജിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.